വായുത്ത് കാശാർക്കാ പൊളിക്കുന്നത്. ഈ 100-140 റഫേൽ വിമാനം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ്? 3.25 ലക്ഷം കോടിയോ അങ്ങനെ തന്നെയാണ് ഒരു ഫിഗർ വന്നത്. നിസ്സാരമാണ്. 15 വർഷത്തേക്ക് ഫ്രാൻസിന് ശാപ്പാട് കഴിക്കാനുള്ള കാശ് ഇല്ലേ? ആർക്ക് പൊളിക്കൊന്നുമില്ല. ഇപ്പം എന്ത് വന്നാലും ഫ്രാൻസ് എന്ത് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് മാക്രോണോട് ഇവിടെ വന്നത്. ഫ്രാൻസിൽ നിന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാം എന്ന് പറഞ്ഞു ഇവിടെ ചുറ്റി അടിച്ച് എന്നിട്ടൊക്കെ പുള്ളി പോകുള്ളൂ. അതിൽ കുറേ അധികം കൺസെഷൻ ഫ്രാൻസ് ചെയ്തിട്ടുണ്ട്. അതേസമയം സോഴ്സ് കോഡ് തരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സോഴ്സ് കോഡ് തരില്ല എന്ന് പറഞ്ഞാണ് എഗ്രിമെൻറ്റ്. ഇനി നാളെ തരുവില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഫ്രാൻസ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്ക് സോഴ്സ് കോഡ്? റഫാൽ വിമാനം മറ്റ് വിമാനങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഗ്രൗണ്ടുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനാണ് സോഴ്സ് കോഡ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അത് നമ്മുടെ നിയന്ത്രണത്തിലാകും. അവർ പറഞ്ഞു ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യാം, സോഴ്സ് കോഡ് തരില്ല, അത് ആരും തരാറില്ല, ഞങ്ങൾ മാത്രം തരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് നിൽക്കുന്നു. എന്നാലും വലിയ താമസമില്ലാതെ സോഴ്സ് കോഡും അവർ തരും എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു. ഫ്രാൻസിന് ഇതിൽ വേറൊരു ഗുണമുണ്ട്. ഫ്രാൻസിൻ്റെ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർഷിപ്പ്, നാറ്റോയിലെ മെമ്പർഷിപ്പ് ഇതൊക്കെ വെച്ചിട്ട് ഫ്രാൻസിന് ഈ വിമാനങ്ങൾ വിൽക്കാൻ കുറേ തടസ്സമുണ്ട്. ചില രാജ്യങ്ങൾക്ക് വിൽക്കാൻ പാടില്ല. നാറ്റോ അവരുടെ കൂട്ടുകെട്ടാണല്ലോ. നാറ്റോ പറയുകയാണ് ഇന്ന രാജ്യങ്ങൾക്ക് ആരും ആയുധം വിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനും വിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാൻസ് പറയും തനിക്ക് വിമാനം വേണോ? ഇന്ത്യയിൽ നിന്ന് മേടിച്ചു, ഞാൻ കൊടുത്തു തന്നെ, ഒറിജിനൽ സാധനം എൻ്റെ കാര്യം. അങ്ങനെ ഇന്ത്യ വഴി ഫ്രാൻസ് കാശുണ്ട്. നമുക്ക് സന്തോഷം. 10 വിമാനം കൂടുതൽ 10 വിമാനം കാശ് വാങ്ങുന്നത്. അങ്ങനെ ഒരു ഇത്